ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ASM പോലുള്ള എക്സാമുകളെല്ലാം കഴിഞ്ഞു. ഇനി ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു എക്സാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഇത് തന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGS തന്നെയാണ്. എന്താണ് കമ്പനി ബോർഡ് LGSന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കമ്പനി ബോർഡ് LGS പഠിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്ന അഡ്വൈസുകളുടെ എണ്ണം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഏകദേശം 2000-ഓളം അഡ്വൈസുകൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഏകദേശം 2500 അല്ലെങ്കിൽ 3000 വരെ വേക്കൻസീസ് അല്ലെങ്കിൽ അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സാധാരണ ഒരു LGS എക്സാം ആർക്ക് എഴുതാൻ സാധിക്കില്ല? ഒരു ഡിഗ്രി യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. പക്ഷേ കമ്പനി ബോർഡ് LGS ആർക്ക് എഴുതാം? ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും എഴുതാനായിട്ട് സാധിക്കുന്ന എക്സാം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് LGS എക്സാമുകളെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാമിന്റെ കട്ട് ഓഫും തീർച്ചയായിട്ടും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് LGS അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം? മുന്നേ ഉള്ള പഠനം ആവശ്യമാണ്. മുന്നേ ഉള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി ബോർഡ് LGS പോലൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 75 റേഞ്ചിൽ, 74 75 മറ്റു റേഞ്ചിലാണ് വന്നത്. ഇനി വരാൻ പോകുന്ന എക്സാമിനും തീർച്ചയായിട്ടും കട്ട് ഓഫ് ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻകൂട്ടിയുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഒരു എക്സാം എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും പഠനം തുടങ്ങാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും പഠനം തുടങ്ങാത്തവര് സിലബസ് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഈ വർഷം അവസാനത്തോടു കൂടിയാണ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം അടുത്ത വർഷം ആദ്യം തന്നെ എക്സാം ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വരുന്ന ഉടനെ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേണോട് കൂടി അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനോട് കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കണം. കാരണം കോമ്പറ്റീഷൻ നല്ല കൂടുതലുള്ള ഒരു ഏരിയ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നിയമനങ്ങൾ പോകുന്ന, ബൾക്ക് നിയമനങ്ങൾ പോകുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, അതിന്റെ സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ കാണുന്നതാണ് കമ്പനി ബോർഡ് LGSന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സിലബസ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ കോർ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോക്കിക്കൊടുക്കാം, മാത്സും മെന്റൽ എബിലിറ്റിയും. മാത്സിന് 10 മാർക്ക്, മെന്റൽ എബിലിറ്റി 10 മാർക്ക്. അപ്പൊ അത്തരത്തിൽ മാത്സും മെന്റൽ എബിലിറ്റിയും കൂടി ഏകദേശം 20 മാർക്ക് മാത്സും മെന്റൽ എബിലിറ്റി ഉണ്ട് അല്ലെ? 20 മാർക്ക് മാത്സും മെന്റൽ എബിലിറ്റി ഉണ്ട്. പിന്നീട് സയൻസ് എന്ന് പറയുമ്പോൾ 5 മാർക്ക് ബയോളജിയും 5 മാർക്ക് ഫിസിക്സും കെമിസ്ട്രിയാണ് വരുന്നത്. അങ്ങനെ ടോട്ടല് 10 മാർക്ക് സയൻസിൽ നിന്ന് വരുന്നുണ്ട്. പിന്നീട് 10 മാർക്ക് പൊതുജനാരോഗ്യത്തിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടല് സയൻസിൽ നിന്നുള്ള മാർക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെ, ടോട്ടൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാം? സയൻസിൽ നിന്ന് 20 മാർക്ക്. കണ്ടോ, ഈ 40 മാർക്ക് ഏതൊക്കെ? ഈ പറഞ്ഞ മാത്സിന്റെ 20 മാർക്ക്, സയൻസും പൊതുജനാരോഗ്യവും കൂടി എന്ത് ചെയ്യണു? 20 മാർക്ക്. അങ്ങനെ ടോട്ടല് 40 മാർക്കാണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. പിന്നീടാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്. എത്ര മാർക്ക് വരുന്നുണ്ട്? നമ്മുടെ LDC എക്സാമിന് പോലെ തന്നെ ഏകദേശം 20 മാർക്ക് കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്. 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് കണ്ടോ, അപ്പൊ തന്നെ 60 മാർക്കായി. പിന്നീടാണ് നമ്മുടെ GK സെക്ഷനിലേക്ക് വരുന്നത്. അവിടെ 40 മാർക്കുണ്ട് അല്ലെ? അപ്പോ 60 + 40 ഇതാണ് നമ്മുടെ ആ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് അല്ലെ? GK എന്ന് പറയുന്ന അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് പെട്ടെന്ന് പഠിച്ചു തീർക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ എന്ത് ചെയ്യുക? ഈ 60 മാർക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഏതൊക്കെ? മാത്സ്, മെന്റൽ എബിലിറ്റി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതായത് സയൻസ്, അതേപോലെ പൊതുജനാരോഗ്യം, അതേപോലെ കറണ്ട് അഫയേഴ്സ്. ഓരോ മന്ത്ലി കറണ്ട് അഫയേഴ്സ് 2025 എന്തായാലും കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. ജനുവരി മുതൽ ഡിസംബർ വരെ 2025 കംപ്ലീറ്റ് പഠിക്കണം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സമയമുണ്ട്. അപ്പൊ ആ 60 മാർക്ക് കൃത്യമായിട്ട് പഠിക്കുക.
ഒരു നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ 60 മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ 40 മാർക്ക് ഒരു മോഡറേറ്റ് ലെവലും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ആ സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ സിലബസിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു GK എന്ന് നമുക്ക് 40 മാർക്കാണ് വരുന്നത്. അതിൽ 5 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് 5 മാർക്ക് വരുന്നത്. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന SCRTs ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം. കാരണം പല ചോദ്യങ്ങളും പുതിയ മാറ്റം വന്ന SCRTയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ SCRTക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ടോപ്പിക്കുകൾ പഠിക്കണം. അപ്പൊ 5 മാർക്ക് എന്തെന്നുണ്ട്? ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നുണ്ട്. പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അവിടെ നിന്ന് എന്ത് വരുന്നുണ്ട്? 5 മാർക്ക് വരുന്നുണ്ട്. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഭാഗമൊന്നും ഇല്ല. നമ്മൾ LDCയിലെ എല്ലാ ഭാഗവും ഉള്ളതുപോലെ എല്ലാ ഭാഗമൊന്നും ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, ഈ ഒരു ഏരിയ ആണ് വരുന്നത്. എങ്കിലും കംപ്ലീറ്റ് നമ്മൾ നോക്കണമെന്നില്ല, എങ്കിലും ഒരു മോഡറേറ്റ് ലെവൽ അത് പഠിക്കണം. 5 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വരുന്നുണ്ട്. കണ്ടോ? 5, 5, 10 അങ്ങനെ ടോട്ടൽ 15 മാർക്ക് GK. ബാക്കി നമുക്ക് നോക്കാം. ബാക്കി GKയുടെ സെക്ഷൻസ് എവിടെയാണ്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിർത്തികൾ, അടിസ്ഥാന വിവരങ്ങൾ, അല്ലെ? ഇന്ത്യൻ ജോഗ്രഫി 5 മാർക്ക് വരുന്നുണ്ട് അവിടെ. കേരള ജോഗ്രഫി അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം കേരള ജോഗ്രഫിന്ന് മാത്രം നമുക്ക് 10 മാർക്ക് വരുന്നുണ്ട്. കേരള ജോഗ്രഫിന്ന് മാത്രം നമുക്ക് 10 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരള ജോഗ്രഫിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നീട് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ, അല്ലെ, കേരള ഹിസ്റ്ററി, കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ, അതിൽ നിന്ന് 5 മാർക്ക് വരുന്നുണ്ട്. പിന്നീട് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ, സാഹിത്യം, സംസ്കാരം, അതിൽ നിന്ന് ടോട്ടൽ 5 മാർക്ക്, അല്ലെ? അങ്ങനെ ടോട്ടൽ എത്ര മാർക്ക് വരുന്നുണ്ട്? 40 മാർക്കാണ് GK സെക്ഷൻ എന്ന് വരുന്നത്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള GK ഒന്നും അല്ല. നമ്മുടെ LDCയിലൊക്കെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള GK ആണെങ്കിലും നമ്മുടെ ഈ LGSയിലേക്ക് വരുമ്പോൾ ഒരു മോഡറേറ്റ് ലെവലിലാണ് GK. അത് എന്ത് ചെയ്യുക? നിങ്ങൾ SCRTs 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRTsന് ഇപ്പൊ മാറ്റം വന്ന ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെ? അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി ആ 40 മാർക്ക് ഇതാണ്. ഇത് നമുക്കൊന്ന് കുറച്ച് മോഡറേറ്റ്, കുറച്ച് കൂടുതലുണ്ടെങ്കിലും സമയം എടുത്ത് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണ്. അടുത്ത നോക്കിക്കൊള്ളുക. ജീവശാസ്ത്രം, ബയോളജി 5 മാർക്കാണ്. ഏതൊക്കെയാ? മനുഷ്യ ശരീരത്തെ കുറിച്ച് പൊതു അറിവ്, വിറ്റാമിൻസ് ഡെഫിഷ്യൻസി ഡിസീസുകൾ, പ്രധാന ഭക്ഷ്യ കാർഷിക വിളകള്, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും. ഇത് ആക്ച്വലി പഠിച്ചു തീർക്കാനായിട്ട്, ഈ 5 മാർക്കിന്റെ ആക്ച്വലി പഠിച്ചു തീർക്കാനായിട്ട് നമുക്ക് എന്ത് മതി? ഒരു 5 മണിക്കൂർ, 5 അവർ മതി ടോട്ടലി ഇത് പഠിച്ചു തീർക്കാനായിട്ട്. ഈ സിലബസ് പഠിച്ചു തീർക്കാനായിട്ട്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് നമുക്ക് 5 മണിക്കൂർ മതി, അല്ലെ? വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന 5 മാർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ബയോളജി എന്ന് പറയുന്നത്. നോക്കിക്കൊള്ളുക. പൊതുജനാരോഗ്യം 10 മാർക്ക് വരുന്നുണ്ട്. 10 മാർക്കാണ് പൊതുജനാരോഗ്യം. കണ്ടോ? സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങള്, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് നമുക്ക് ഈസി ആയിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാം. കണ്ടോ? അപ്പൊ സയൻസ്, ബയോളജിയും പൊതുജനാരോഗ്യം 15 മാർക്ക് വരുന്നുണ്ട്. പിന്നീട് ഒരു 5 മാർക്കാണ് എവിടെ വരുന്നത്? നമ്മുടെ 5 മാർക്കാണ് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം കൂടുതൽ ടോപ്പിക് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റം വന്ന SCRT ബേസ് ചെയ്ത് ഈ ടോപ്പിക്കുകൾ പഠിക്കുക. SCRT മാറ്റവും മാറ്റത്തിന്റെ ഘടനയും 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ പുതിയ SCRTയിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ഈ ഭാഗങ്ങള് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൂടുതൽ SCRTs ബേസ് ചെയ്ത് പഠിച്ചാൽ മതി. കാരണം SCRT ബേസ് ചെയ്തേ ചോദ്യങ്ങൾ വരികയുള്ളൂ. അപ്പൊ നോക്കിക്കൊള്ളുക. അപ്പൊ സയൻസിൽ നിന്ന് എത്രയായി? 20 മാർക്ക് നമുക്ക് സയൻസിൽ നിന്ന് വളരെ ഈസി ആയിട്ട് സിലബസ് പ്രകാരം പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇനി നെക്സ്റ്റ് മാത്സ് ആണ്. മാത്സ് 10, മെന്റൽ എബിലിറ്റി 10 ആണ്. ടോട്ടൽ മാത്സ് 20 മാർക്കാണ്, അല്ലെ? മാത്സിൽ വരുന്ന സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, LCM, HCF, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇത്രയും ടോപ്പിക്കുകളാണ്. ആദ്യം ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കുക. മേ ബി ചിലപ്പോൾ എന്ത് ചെയ്യാം, പുറത്തുനിന്ന് ചോദ്യങ്ങളും വരാമെങ്കിലും ഇത്രയും ടോപ്പിക്കുകൾസ് കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് അതേപോലെ തന്നെ മാത്സിന് 10 മാർക്ക്, അതേപോലെ മെന്റൽ എബിലിറ്റി എന്തും വരുന്നുണ്ട്? 10 മാർക്ക് വരുന്നുണ്ട്, അല്ലെ? ബോട്ട്മാസ്, ശ്രേണികള്, സമാന ബന്ധങ്ങള്, തരംതിരിക്കൽ, അതുപോലെ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാന കണ്ടെത്തല്, അതേപോലെ സ്ഥാന നിർണയം, വയസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത്? മെന്റൽ എബിലിറ്റിയിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത്? മെന്റൽ എബിലിറ്റിയിൽ വരുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത്. ആക്ച്വലി കണ്ടോ, അത്ര വലിയ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു പഠന സ്ട്രാറ്റജി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. പിന്നെ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത് ചെയ്യുക?
മാറ്റം വന്ന SCRTs പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. മാറ്റം വന്ന പുതിയ SCRTയിൽ നിന്നാണ് പല ചോദ്യങ്ങളും വരുന്നത്. അതും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനിയും പഠനം തുടങ്ങാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് മുന്നിലുള്ള വളരെ വലിയൊരു അവസരം മനസ്സിലാക്കി ആ അവസരത്തിന് വേണ്ടി പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് നിങ്ങളുടെ പഠനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനായിട്ട്, അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇനി 10th +2 ബേസ് ചെയ്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ എന്ന് പറയുന്നത് VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവോകോ LD, കമ്പനി ബോർഡ് LGS, അതുപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഇനി ഈ വർഷം അവസാനം വിളിക്കാനിരിക്കുന്ന യൂണിഫോം പോസ്റ്റുകൾ. ഇതിനെല്ലാം കൂടി ഒരുമിച്ച് പ്രിപ്പയർ ആവുക അല്ലെ, എല്ലാത്തിലും കോമൺ ടോപ്പിക്ക് വേണ്ട, ഒരുമിച്ച് പ്രിപ്പയർ ആവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പുതിയൊരു ബാച്ച് ആണ് 10th +2 ലെവൽ ഫൗണ്ടേഷൻ ബാച്ച്. എന്തുകൊണ്ട് ഇതിന്റെ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പേര് നൽകി? അതായത് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കും ബേസിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ബാച്ചില് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ ഭാഗങ്ങളുടെയും സിലബസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് തരുന്നുണ്ട്. ഈ ഒരു ബാച്ചിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ്ഫുള്ളും ആയിരിക്കും. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.